വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി നല്ലൊരു അടിപൊളി ക്രിസ്മസ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാൾ രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ബീറ്ററും ഓവനൊന്നും ഇല്ലാതെ തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് കേട്ടോ ഈ ഒരു കേക്ക് റെഡിയാക്കിയിട്ടുള്ളത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ക്രിസ്മസിന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കറുത്ത മുന്തിരി, കുരുമില്ലാത്ത നമ്മൾ ഉണക്ക മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറി, ഒരു 8-10 ചെറി ചെറുതാക്കി മുറിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എടുക്കുക. ഞാൻ ഇവിടെ 3 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഈത്തപ്പഴം ഉണ്ടെങ്കിൽ അതെടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ബദാം അങ്ങനെയുള്ള നട്ട്സൊക്കെ എടുക്കുക കേട്ടോ. ഇനി ഇതാ ഒരു ബൗളിലേക്ക് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പോളം ഒഴിച്ചാൽ മതി. സാധാ മിക്സിയിലൊന്നും അടിച്ചെടുക്കാതെ നമ്മൾ കൈക്കൊണ്ട് തന്നെ പിഴിഞ്ഞെടുത്തിട്ടുള്ള ഓറഞ്ച് ജ്യൂസാണ്. ഇനി ഇതിൽ 1 മണിക്കൂറോളം ഒന്ന് കിടക്കട്ടെ. അപ്പോൾ ആ സമയം നമുക്ക് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാനായിട്ടുണ്ട്. അതിന് വേണ്ടി 1 കപ്പ്, അതായത് 1 ഗ്ലാസ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണിലും താഴെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൂന്നും കൂടി അരിച്ചിട്ട് നമുക്കൊരു 3 തവണയെങ്കിലും അരിച്ചെടുക്കണം. അങ്ങനെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഒരു ഗ്ലാസ്സിൽ അളന്നെടുക്കുമ്പോൾ ഒന്ന് വടിച്ചിട്ടാണ് എടുക്കേണ്ടത്, അല്ല കുത്തി നിറച്ചെടുക്കരുത് കേട്ടോ. അങ്ങനെ 3 തവണ അത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി പൊടി അളന്നിട്ടുള്ള അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് പഞ്ചസാര എടുത്ത് വെക്കുന്നുണ്ട്. 1 ഗ്ലാസ് നിറച്ചില്ല, കുറച്ചൊന്ന് കുറവായിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും പകുതി നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കണം. ബാക്കി പകുതി നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ പകുതി എടുത്തിട്ട് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നിരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ തന്നെ ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം വെച്ചാൽ തന്നെ ഇതൊന്ന് മെൽറ്റായിക്കോളും. ഇപ്പോൾ തന്നെ സ്പൂണൊന്ന് വെച്ചിട്ട് ഇത് ഇളക്കി കൊടുക്കണ്ട. അങ്ങനെ വരുമ്പോൾ സ്പൂൺ മേലെ കൂട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് മെൽറ്റായതിനു ശേഷം സ്പൂണോ വേറെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കിത് ഇളക്കി കൊടുത്തിട്ട് കാരമലൈസ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കാരമലൈസ് ചെയ്തെടുക്കേണ്ടത്. അതേപോലെ തന്നെ ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്ന നേരത്ത് ഇത് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ വല്ലാതെ ഡാർക്കായി പോയാൽ നല്ല കയ്പ്പ് രസം വരും. ഇത് ഒട്ടും കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തിയാൽ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതായത് 1 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്ന് മാറി നിന്നിട്ട് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കൈമിലൊക്കെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 2-3 മിനിറ്റ് ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഒന്ന് തിളച്ച് വന്നാൽ പിന്നെ ഒന്ന് തിക്കായി കിട്ടും. ആ സമയം വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഒരു 2-3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൂസിൽ നിന്നോട്ടെ. ഇതൊന്ന് തണുക്കുമ്പോൾ ഒന്നും കൂടി തിക്കായി കിട്ടും. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക്, കുറച്ച് വലിപ്പമുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ പാത്രത്തിലാണ് നമ്മൾ മിക്സാക്കി കൊടുക്കുന്നത് കേക്കിനുള്ള ബാറ്ററൊക്കെ. അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞപ്പോൾ ഇത് ഒന്നും കൂടി തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പകുതി പഞ്ചസാര ഇല്ലേ, അതും കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ആ പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാരയും ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സിയിൽ നമുക്കൊന്ന് കറക്കിയെടുക്കണം. അങ്ങനെ മിക്സിയിൽ കറക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത്. ബാക്കി ഓയിൽ വേണമെങ്കിൽ സാധാ ഓയിൽ ചേർത്ത് കൊടുക്കുക. അങ്ങനെ അതെല്ലാം അടിച്ചെടുത്തിട്ട് നമുക്ക് ഈ ഒരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക.
ഇനി നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ അതെല്ലാം ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ബാക്കി കുറച്ചൊരു 2 ടേബിൾ സ്പൂണോളൊക്കെ മൈദപ്പൊടി ആകുമ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പൊടിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ കാഷ്യൂനട്ട് കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, പിന്നെ ഒരു 8-10 ഗ്രാമ്പു ഇതെല്ലാം കൂടിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും ഇത്ര പൊടിഞ്ഞാൽ മതി. ഇതും കൂടി നന്നായിട്ടൊന്ന് ഇതിലേക്ക് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ആ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പ്ലം കേക്കിനുള്ള ബാറ്റർ ഇതേപോലെ ഇത്രയും കട്ടിയിലാണ് വേണ്ടത്. ഇനി ഞാനിവിടെ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു പഴയ പാത്രത്തിൽ കുറച്ച് പേപ്പറിൽ ഓയിലൊക്കെ തേച്ചിട്ട് നല്ല സൈഡിലും നടുവിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇത് കേക്ക് ടിന്നൊന്നുമല്ല, ഒരു പഴയ ചായപാത്രമാണ്. അപ്പോൾ ഇതിൽ ചെയ്തെടുത്താലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനി ഇതിൽ ഒരു ഇറുക്കിളോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് ഇതിലുള്ള ബബിൾസൊക്കെ ഒന്ന് ഒഴിവാക്കി കളയാം. എന്നിട്ട് ഇത് ചെറിയ രീതിയിലൊന്ന് തട്ടി കൊടുക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ മാത്രമല്ല, ഇതിൻ്റെ സൈഡിലൊക്കെ ഈ ബട്ടർ പേപ്പറോ അങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. പ്ലം കേക്കൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചിലപ്പോൾ കരിഞ്ഞ് പിടിക്കും. അപ്പോൾ സൈഡിലൊക്കെ തന്നെ ഈ പേപ്പർ വെച്ച് കൊടുക്കുക. ഇനി ഇതിന് മേലെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സും കുറച്ച് കിസ്മിസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനുള്ളിൽ ഓൾറെഡി നമ്മൾ നട്ട്സൊക്കെ ഇട്ട് കൊടുത്തതാണ്, എന്നാലും ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റോളം ഞാനൊരു പാത്രത്തിൽ ഇതേപോലെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ചൂടാക്കി അടച്ച് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിന് ഉള്ളിൽ ഒരു റിങ്ങോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു തട്ടൊക്കെ വെച്ച് കൊടുത്താൽ മതി. ഇനി ഈ കേക്ക് പാത്രം ഇതിലേക്ക് ഇറക്കി കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ഒരു മണിക്കൂർ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ആ സമയം കൊണ്ട് ഇത് കേക്ക് റെഡിയായി കിട്ടും. 1 മണിക്കൂർ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. 1 മണിക്കൂറുള്ളത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും. അത് ഓരോ ഗ്യാസിൻ്റെ അനുസരിച്ചൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ഞാനിവിടെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. എന്നിട്ട് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ ഒരു ഈർക്കിളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ ഈ ഈർക്കിളിൽ ഒന്നും പറ്റി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വെന്തു എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയിട്ടാണ് നമ്മളിത് ഇതിൽ നിന്ന് എടുക്കേണ്ടത്. അപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഞാൻ സൈഡിലുള്ള പേപ്പറൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്കിത് തിരിച്ചിട്ടിട്ട് കൊടുക്കണം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കേക്ക് ടിന്നൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല പാത്രത്തിൻ്റെ. അപ്പോൾ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതേ രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും നല്ല ടേസ്റ്റിലായിട്ടുള്ള ഒരു പ്ലം കേക്ക് നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണ് കേട്ടോ. ഇത് നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അതേപോലെ തന്നെ ഈ ഒരു കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 2 ദിവസമൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് 3-ാമത്തെ ദിവസമോ അല്ലെങ്കിൽ 2-ാമത്തെ ദിവസമൊക്കെ എടുത്താലാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാൻ പകുതിയോളം എടുത്തിട്ട് ഇവിടെ കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ബാക്കി ഞാനവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഇത്. നിങ്ങളെല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഈ ക്രിസ്മസിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതിൻ്റെ കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.